LDF ഭയങ്കര തിരിച്ചടിയാണ് എല്ലാ ബലത്തിലും പറയുന്നത്. അല്ല, ഞങ്ങൾ ഈ മെയ് 4-ന് ഇലക്ഷൻ കമ്മീഷൻ വോട്ട് എണ്ണിയതേ അംഗീകരിക്കുന്നുള്ളൂ. എക്സിറ്റ് പോൾ ഫലം മുഖവിലേക്ക് എടുക്കുന്നില്ല. അതിൻ്റെ കാരണം ഞങ്ങൾ 99 സീറ്റിൽ കഴിഞ്ഞ തവണ ജയിച്ചപ്പോഴും ഞങ്ങൾ തോൽക്കുന്നതായിരുന്നു കുറേ അധികം ആൾക്കാർ ഈ എക്സിറ്റ് പോൾ നടത്തി പറഞ്ഞത്. അതൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെക്കാളും കൂടുതൽ സാധ്യതയുള്ള ഏതെങ്കിലും പ്രത്യേക കഴിവുള്ള വിഭാഗങ്ങളുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് ഞങ്ങളത് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇനിയിപ്പോൾ 2 ദിവസമല്ലേ ഉള്ളൂ, എണ്ണി തീരുമാനിക്കാം. അത്രയല്ലേ ഇത് പറയണ്ടു. അതിന് മുമ്പ് നമ്മൾ ഇനി തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ. പൊതുവെ ഈ അധികാരത്തിലേക്ക് UDF എത്തുമെന്നാണ് എല്ലാ ഭൂരിഭാഗം എക്സിറ്റ് പോളിലും ഉള്ളത്. കഴിഞ്ഞ തവണ ആണെങ്കിൽ LDF അധികാരം എക്സിറ്റ് പോൾ ഫലങ്ങൾ. അല്ല, അത് നിങ്ങൾ തെറ്റാ. കഴിഞ്ഞ തവണ UDF ജയിക്കും എന്ന് തന്നെയായിരുന്നു വിലയിരുത്തൽ. UDF മന്ത്രിമാർക്ക് വേണ്ടിയിട്ടുള്ള തർക്കമുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആളെ നിശ്ചയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംഘർഷം നടന്നു കോൺഗ്രസ് ഓഫീസിൽ. നിങ്ങൾ ഈ ചെറിയ ഒരു 5 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറന്നാൽ എന്താ അതിൻ്റെ അർത്ഥം? അതുകൊണ്ട് കഴിഞ്ഞ തവണ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. 57-ൽ ഞങ്ങൾ ജയിക്കുമ്പോൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഞങ്ങൾ ജയിക്കുന്നത്? ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നത് കേരളത്തിലെ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? വലതുപക്ഷത്തുള്ള ഞങ്ങൾക്കതിൽ പരിഭ്രമങ്ങളില്ല. ഞങ്ങൾക്ക് ജനങ്ങളിലാണ് വിശ്വാസം. ജനങ്ങൾ നിശ്ചയിക്കട്ടെ. ജനങ്ങൾ നിശ്ചയിക്കുന്ന എന്തും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ല, എക്സിറ്റ് പോളാണ് നിങ്ങൾ മുഖവിലക്കെടുക്കുന്നത് എങ്കിൽ എക്സിറ്റ് പോൾ പ്രകാരം തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യൻ പിണറായി വിജയനാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞങ്ങൾ പറയാത്തത്? അതും എക്സിറ്റ് പോളിൻ്റെ ഫലമല്ലേ? അപ്പോൾ കേരളത്തിലെ ഏറ്റവും യോഗ്യ മുഖ്യമന്ത്രിയാവാൻ പിണറായി വിജയനാണ്. അതും എക്സിറ്റ് പോൾ പറഞ്ഞല്ലോ. അവരടിച്ചോട്ടെ. ആകെ 3 ദിവസത്തെ കാര്യമില്ലല്ലോ. നമ്മളതിൽ തർക്കത്തിനില്ല. ഈ പാലക്കാട്ട് തൃത്താല ഉൾപ്പെടെയുള്ള സീറ്റുകൾ നഷ്ടമാകുമെന്നുള്ള ഒരു വിലയിരുത്തലും കൂടി ഉണ്ട് ഈ സർവേയുടെ ഒക്കെ ഭാഗമായി. കേരളത്തിൽ ആകെ ഞങ്ങൾ തോൽക്കുന്നല്ലേ സഹോദര. അവർ വിലയിരുത്തിയിട്ട് നമ്മളത് മുഖവിലേക്ക് എടുക്കുന്നില്ല. അത് ഞാൻ പൊതുവിൽ പറഞ്ഞല്ലോ. ജനങ്ങൾ തീരുമാനിച്ച റിസൾട്ട് 4-ാം തീയതി വരും. അത് വരട്ടെ. അത് വരുമ്പോൾ അപ്പം നോക്കാം. പാലക്കാട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാ വലിയ വ്യത്യാസങ്ങളില്ലാതെ ആയിരിക്കും പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം വരിക എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നിലവിലുള്ള അവസ്ഥ തുടരും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതിനേക്കാളും മെച്ചപ്പെടില്ലാതെ പിന്നാക്കം പോകുന്ന സ്ഥിതി ഞങ്ങൾ കാണുന്നില്ല. പാലക്കാട് മണ്ഡലത്തിലടക്കം BJP വലിയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. പ്രതീക്ഷ ആർക്കും വെച്ച് പുലർത്തിക്കോട്ടെ സഹോദര. പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതല്ലേ ഓരോ മനുഷ്യനും ഒരു ദിവസം എണീറ്റ് മുമ്പിലേക്ക് കാലു വയ്ക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രതീക്ഷയില്ലെങ്കിൽ ആരെങ്കിലും ജീവിക്കുമോ? ഒരു ദിവസം നമ്മൾ കട്ടിൽ നിന്ന് ഉണർന്ന് ആദ്യത്തെ കാല് താഴത്തേക്ക് വെക്കുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷയിലല്ലേ? അങ്ങനെ ആർക്ക് വേണമെങ്കിലും പ്രതീക്ഷിക്കാമല്ലോ. അതിനെന്താ പ്രതീക്ഷിക്കുന്നതിനൊന്നും. അതായത് ഞങ്ങൾ പാലക്കാട് സാധാരണ ഒരു ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു പഴഞ്ചൊല്ല് പോലെ പറയും, മനോരാജ്യം കാണുമ്പോൾ പഴങ്കഞ്ഞി കുടിച്ചു എന്ന് കാണുന്നതിനേക്കാളും നല്ലത് ബിരിയാണി കഴിച്ചു എന്ന് കാണുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ മനോരാജ്യത്തിൽ ചക്രവർത്തിയായിട്ട് തന്നെ സ്വപ്നം കണ്ടോട്ടെ. നമുക്ക് നോക്കാം.